പുരളിമല സംഭവം. മുത്തപ്പനെ കൊല ചെയ്യുവാനായി ശത്രുക്കൾ വീണ്ടും ഒരുക്കമായി. ഗിരിജനങ്ങൾ വഴി വിഷമുള്ള ആഹാരം അവരറിയാതെ കൊടുത്തയച്ചു. ആരു കൊടുത്തയച്ചു അവർക്കപ്പോൾ ദുർമരണവും സംഭവിച്ചു. കള്ളു കുടിപ്പിച്ചു മുത്തപ്പനെ കൊല്ലാൻ ദുഷ്ടാത്മാക്കൾ ശ്രമിച്ചു വീണ്ടും. ശിവപുരത്തുള്ള ചെത്തുകാരോട് 101 കൂടം കള്ളു വാങ്ങി. മുത്തപ്പനുള്ളൊരു പ്രാർത്ഥനയെന്നോതി ഭക്തരെ വഞ്ചിച്ചു ദുഷ്ടാത്മാക്കൾ. മുത്തപ്പൻ തന്നെ ജ്ഞാനക്കണ്ണിനാൽ എല്ലാ വിവരവും അറിഞ്ഞുവല്ലോ. കൃത്യസമയത്തിനെത്തി മുത്തപ്പൻ ഭക്തരെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. മുത്തപ്പൻ തൻ്റെ കമണ്ഡലൂവിൽ നിന്ന് പുഷ്പവും തീർത്ഥവും തളിച്ചതിനെ അമൃതകുംഭങ്ങളാക്കി തീർത്തുവല്ലോ. 101 കൂടം കള്ളും കുടിച്ചു. മുത്തപ്പനൊന്നും പറ്റിയില്ല. കൊടുത്തയച്ചോർക്ക് ലഹരി പിടിച്ചു. മണ്ണിൽ കിടന്നവർ ഉരുണ്ടു. അവരെ രക്ഷിക്കുവാൻ അപേക്ഷിച്ചു ഭക്തർ. മുത്തപ്പൻ തൻ്റെ ശരമെടുത്ത് പാറയിലേക്കൊന്നു കുത്തിയപ്പോൾ തീർത്ഥജലപ്രവാഹമുണ്ടായി. ആ ജലം ഒന്നു തളിച്ച നേരം ബോധം തിരിച്ചു കിട്ടിയവർക്ക്. മദ്യപാന നിരീക്ഷണത്തിലൂടെ താനാരെന്നറിയിച്ചു മുത്തപ്പദേവൻ. ആനന്ദത്താൽ നൃത്തമാടിത്തുടങ്ങി. പുരളിമല നിറഞ്ഞാടി നൃത്തം. ഗന്ധർവന്മാർ വാദ്യഘോഷം മുഴക്കി. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. തത്വബോധാത്മകമാം മുദ്രകളാടി ഭാവങ്ങളുമാടി മുത്തപ്പദേവൻ. താപസന്മാരതു കണ്ടു നിന്നു. ധൂളിപടലങ്ങൾക്കൊപ്പം ചില ചിഹ്നങ്ങളും നിറങ്ങളും പൊങ്ങി വന്നു. മുത്തപ്പരൂപങ്ങളിലതിന് പ്രാമുഖ്യമുള്ളൊരു സ്ഥാനമുണ്ട്. ചെറിയ മുത്തപ്പൻ്റെ ആവിർഭാവം. പരമേശ്വര ദർശനത്തിനായൊരു വൃദ്ധനം താപസൻ തപസ്സു ചെയ്തു. വള്ളിപ്പടർപ്പുകൾക്കുള്ളിലായി വാത്മീകത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആ പുണ്യജീവൻ അനുഗ്രഹം നൽകുവാൻ മുത്തപ്പനാ വഴി വന്നു ചേർന്നു. വൃദ്ധനാം താപസൻ തൻ്റെ മുന്നിൽ ചെന്ന് ശിവോഹം സോഹം എന്നൊരു വിട്ടപ്പോൾ ആ ജീവൻ മുക്താവസ്ഥയിലേക്കുയർന്നു. ആരെ കാണാനായി തപസ്സു ചെയ്തു? ആ പരമേശനെ മുന്നിൽ കണ്ടു. കാൽക്കൽ വീണു നമസ്കരിച്ചപ്പോൾ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു മുത്തപ്പൻ. അപ്പോൾ കണ്ടു ഒരു ചെറുപ്പക്കാരൻ ഋഷിരൂപിയ മൃഗചർമ്മധാരിയായി തരിവളയും കാൽച്ചിലമ്പുമായി. ദർശനഭാഗ്യത്തിനാനന്ദത്തിൽ മുത്തപ്പനാനന്ദ നൃത്തമാടി. കൂടെ താപസനും നൃത്തമാടി. പുരളിമല നിറഞ്ഞൊരു നൃത്തം. തിരുവപ്പൻ തൻ്റെ അവതാര ലക്ഷ്യം താപസനോട് വെളിപ്പെടുത്തി. എല്ലാ പ്രഭാതത്തിലും കണ്ടുമുട്ടും അവർ ലോകക്ഷേമത്തിനായി വേണ്ട പോലെ തീരുമാനങ്ങളെടുത്തിടുവാൻ. ചെറിയ മുത്തപ്പനും തിരുവപ്പനും ചേർന്ന് നമ്മുടെ ദുഃഖങ്ങൾ തീർത്തിടുന്നു. പിതാവിന് ദർശനം.
അച്ഛനെ ദർശനം നൽകിയിടുവാൻ മുത്തപ്പൻ അയ്യങ്കരയിലെത്തി. മുത്തപ്പനെയൊന്നു കാണുവാനായി ഭക്തജനങ്ങളൊഴുകിയെത്തി. തൃപ്പടിക്കത്തമ്പ്രാനും മല കയറി മകനെയൊരു നോക്കു കാണുവാനായി. അച്ഛൻ്റെ കൂടെ വരുന്നവർക്ക് എപ്പോഴും സംശയ ബുദ്ധിയാണ്. ആ സംശയം ഒന്ന് തീർത്തിടുവാൻ മുത്തപ്പനൊന്നു തീരുമാനിച്ചു. മുത്തപ്പനൊരു വൃക്ഷച്ചോട്ടിലിരുന്നു നാലുപാടും ഒന്ന് നോക്കുന്നേരം കണ്ടൊരു പക്ഷിയെ വൃക്ഷത്തിന്മേലെ. ഉടനെ അതിനെ എറിഞ്ഞു വീഴ്ത്തി. തീ കൊണ്ടുവരുവാൻ പറഞ്ഞു ദേവൻ. പക്ഷിയെ ചുട്ടു കരിച്ചു തിന്നു. സംശയാലുക്കളമ്മവർ പറഞ്ഞു, കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞതെല്ലാം എത്ര ശരിയാണെന്നറിഞ്ഞുവല്ലോ. നീചകർമ്മം ചെയ്വു നിന്റെ പുത്രൻ, നേരിട്ടു കണ്ടല്ലോ തമ്പുരാനെ. ഇതു കേട്ടു ദുഃഖിതനായോരച്ഛൻ പുത്രനോടോതി, നീ ഇതു ചെയ്തതു തെറ്റുമോനെ. ഇനിയും നിനക്കെന്നെ അപമാനിക്കണമോ? തിന്നതൊക്കെ നീ ഛർദ്ദിച്ചിടൂ. എന്നതു കേട്ടൊരു മുത്തപ്പനപ്പോൾ ഛർദ്ദിച്ചുവത്രേ കഴിച്ചതെല്ലാം. അതിൽ തുളസീദളങ്ങളും സുഗന്ധമുളവാക്കും കളഭക്കൂട്ടും ആയിരുന്നു. കണ്ടവരെല്ലാം സ്തബ്ധരായി. മുത്തപ്പഘോഷം മുഴക്കിയവർ, മുത്തപ്പ മുത്തപ്പ ശരണം, മുത്തപ്പ മുത്തപ്പ ശരണം.